മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ എംഎൽഎ എ.ഡി. തോമസിന്റെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അജയ് ജോയൽ കുര്യക്കോസിന്റെയും മൊഴിയെടുപ്പ് പൂർത്തിയായി. മർദ്ദന ദൃശ്യങ്ങൾ ഉൾപ്പെടെ എസ്ഐടിക്ക് കൈമാറി കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകുമെന്നും ഇരുവരും പറഞ്ഞു. ഫൈസൽ അസീസ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുണ്ട്. ഫൈസൽ, ഈ മൊഴിയെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. സംഭവത്തിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന രീതിയിൽ തന്നെയാണോ മൊഴിയെടുപ്പിനിടെ പറഞ്ഞിരിക്കുന്നത്? ഇനിയിപ്പോൾ പരാതി നൽകാൻ, കൂടുതൽ അന്വേഷണത്തിനായി പരാതി നൽകാനുള്ള തീരുമാനം കൂടിയുണ്ടല്ലോ. അത് ഈ റിപ്പോർട്ട് നൽകിയ ശേഷമായിരിക്കുമോ? തീർച്ചയായും അത് റിപ്പോർട്ട് നൽകിയ ശേഷം തന്നെയായിരിക്കും കൂടുതൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകുമെന്നാണ് ഈ അജയ് ജോയൽ കുര്യക്കോസും അതുപോലെ എ.ഡി. തോമസും വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇരുവരും മൊഴി നൽകാനെത്തിയത്, എസ്ഐടിക്ക് മുൻപാകെ മൊഴി നൽകാനെത്തിയത്. അപ്പോൾ ഇവർ അന്ന് ശേഖരിച്ച ഈ പുറത്തു വന്ന ദൃശ്യങ്ങൾ കൂടാതെ ഇവർ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച ദൃശ്യങ്ങൾ കൂടി എസ്ഐടിയെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കും. കൂടാതെ ഈ അജിത് കുമാർ കാര്യങ്ങളൊക്കെ, ഈ അട്ടിമറിക്കാൻ നിന്ന സംഭവങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ ഇവർ ഈ സംഭവത്തെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഗൂഢാലോചനയും കൂടി അന്വേഷിക്കണമെന്ന ഒരു കാര്യം കൂടി, ഈ ഒരു മൊഴിയും കൂടി ഇവർ നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സംഭവം, അതായത് ഈ ഡിവൈഎസ്പി എന്തിന് വിളിപ്പിച്ചു, തിരുവനന്തപുരത്തേക്ക് എന്തിന് വിളിപ്പിച്ചു, അങ്ങനെ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണ് അങ്ങനെ വിളിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുടർ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് DGPക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകും. അത് ഈ റിപ്പോർട്ട്, അതായത് ഇപ്പോൾ SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സംഭവത്തിന്റെ റിപ്പോർട്ട് ആഭ്യന്തരമന്ത്രിക്ക് അല്ലെങ്കിൽ DGPക്ക് കൈമാറിയ ശേഷമായിരിക്കും ഇവർ തുടർ പരാതി നൽകുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശരി, ഫൈസൽ അസീസാണ് വിശദാംശങ്ങൾ നൽകിയത്.